പശ്ചിമബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15 പേർക്ക് ദാരുണാന്ത്യം, 60 പേർക്ക് പരിക്കേറ്റു. സംഭവസ്ഥലം സന്ദർശിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡാർജിലിംഗ് ജില്ലയിലെ രംഗാപാനിക്ക് സമീപമാണ് രാജ്യത്തെ നടുക്കി വീണ്ടും ഒരു ട്രെയിൻ അപകടമുണ്ടായത്. അഗർത്തലയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോകുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ 3 ബോഗികൾ തകർന്നു. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡ് എന്നിവർ ഉൾപ്പെടെ മരിച്ചു. പരിക്കേറ്റവർ നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും ബോഗികൾക്കിടയിൽ കുടുങ്ങിയവരെയെല്ലാം ആശുപത്രിയിൽ എത്തിച്ചെന്നും റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയ വർമ്മ സിൻഹ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ കേന്ദ്ര റെയിൽവേ സേഫ്റ്റി കമ്മീഷനോട് വിശദമായ അന്വേഷണം നടത്താൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉത്തരവിട്ടു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷവും പരിക്കേറ്റവർക്ക് 1/2 ലക്ഷം രൂപയും സഹായധനം നൽകും. റെയിൽവേ മന്ത്രാലയം 10 ലക്ഷം രൂപയും, ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷവും, സാരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകും. അപകടത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തി. പശ്ചിമ ബംഗാളിലെ മന്ത്രിമാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നടന്നതെന്നും കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ മാത്രമേ ശ്രദ്ധയുള്ളൂവെന്നും റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് യാതൊരു നടപടിയും എടുക്കാറില്ലെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. ഉച്ചയോടെ കാഞ്ചൻജംഗ എക്സ്പ്രസ് അപകടത്തിൽപ്പെടാത്ത ബോഗികളുമായി യാത്ര പുനരാരംഭിച്ചു. അതേസമയം അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണവുമായി കോൺഗ്രസും RJDയും രംഗത്തെത്തി. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. റെയിൽവേ മന്ത്രാലയത്തിന്റെ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ആരോപിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.